ശ്രീ കെ ജയകുമാർ IAS ഭരണനിർവഹണത്തിനിടയിലും കവിത്വം കൂടെ കണ്ടു നടക്കുന്ന ഒരു വിനയാനന്ദനെങ്കിലും കേരളത്തിൻ്റെ ഒരു തലപ്പൊക്കം. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപിടി ഗാനങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റിയവരാണ്. അപ്പോൾ ഈ മഹത്തായ പരിപാടിക്ക് ആശംസകൾ അറിയിക്കാൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കെ ജയകുമാർ IAS. വെൽക്കം സർ. പ്രിയപ്പെട്ടവരെ, സമ്മിശ്ര വികാരങ്ങളോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന്, ശ്രീകണ്ഠൻ നായരുടെ ജൈത്രയാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും. അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയ കാലം മുതൽ ഞാനും ഒരു സഹയാത്രികനായി പല പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വയസ്സായതുകൊണ്ട് തന്നെ അധികം വിളിക്കാറില്ല. ഇപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കേരളം കണ്ട ഏറ്റവും ആർജവമുള്ള മാധ്യമപ്രവർത്തനം എന്നത് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടതാണ് എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകൻ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ആയിത്തീർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അദ്ദേഹത്തിൻ്റെ 40 വർഷം ആഘോഷിക്കുമ്പോൾ അത് കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ ഒരു മുന്നണി പടയാളിയായി നിന്നുകൊണ്ട് കേരളത്തെ ഉണർത്താൻ തൻ്റെ ഈ 40 വർഷത്തിൻ്റെ ആഘോഷത്തെ മാറ്റി തീർത്തതിന്, ആ ഭാവനയ്ക്ക്, ആ തീരുമാനത്തിന് ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. നമ്മളിവിടെ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഒരുപാട് ദൃശ്യങ്ങൾ ഇവിടെ കണ്ടു. നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ദൃശ്യങ്ങൾ. നമ്മൾ രാവിലെ പേപ്പർ വായിച്ചാലും രാത്രി വൈകുന്നേരം TV കണ്ടാലും ഒക്കെ തന്നെ ഇതൊക്കെ എന്തിന് നമ്മൾ കാണേണ്ടി വന്നല്ലോ, ഇത് കാണാനൊക്കെ ഞാൻ ജീവിച്ചിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും ആകുലമായിട്ടുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ശ്രീകണ്ഠൻ നായർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിലൊക്കെ തന്നെ കേരളത്തിനൊരു പ്രതീക്ഷ നൽകാൻ, ലഹരിമുക്തമായ ഒരു കേരളത്തിലേക്ക് നമ്മളെ നയിക്കും, നമ്മൾ ആ പ്രഭാതത്തിലേക്ക് ഉണരും എന്ന ഒരു പ്രതീക്ഷ നമ്മുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഒരു സർക്കാരിനും അതുപോലുള്ള മാധ്യമപ്രവർത്തനത്തിനും സാധിക്കുമെങ്കിൽ ഈ യാത്ര കേരളത്തിൻ്റെ ആത്മാവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഔഷധമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേരളത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ വളരെ സങ്കടമാണ്. ഈ കുഞ്ഞുങ്ങൾ, ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങൾ, കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ അമ്മമാരൊക്കെ തിരുത്തി പാല് കൊടുത്ത് കളിപ്പിച്ച് ഇവൻ വളർന്നിട്ട് വേണം എൻ്റെ ജീവിതം നന്നാവാൻ, അവനെ കൊണ്ട് എനിക്ക് അഭിമാനിക്കണം എന്ന് വിചാരിച്ച് താലോലിച്ച് താരാട്ടുപാടിയ മക്കള് കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് സമൂഹത്തിന് വേണ്ടാത്ത നിന്ദ്യരായിത്തീരുന്ന ഒരു കാഴ്ച. ഇവരെവിടെ വെച്ചാണ് നമുക്ക് കൈവിട്ടു പോയത് ഈ മക്കളെ? ഞാൻ ദീർഘമായിട്ട് പ്രഭാഷണം നടത്തുന്നില്ല, അതിനുള്ള വേദിയല്ല. പക്ഷേ കുറേ ദിവസമായിട്ട് നിങ്ങളെപ്പോലെ ഞാനും ഇത് ചിന്തിക്കുകയാണ്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് ഈ മക്കൾ കൈവിട്ടു പോയത്? ഇവിടെ ഞാനൊരു കാര്യം 2 മിനിറ്റ് എടുത്തോട്ടെ. നമ്മളിതൊക്കെ ലഹരിക്കെതിരെയുള്ള ഈ ബോധവൽക്കരണമൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ വീടുകളിലും സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളുടെ അകത്ത് സംഭവിക്കുന്ന മാറ്റം. ഈ കുട്ടികളുടെ വയലൻസ് എന്ന് പറയുന്നത് അവൻ സ്വയം കണ്ടുപിടിച്ച വയലൻസ് അല്ല. മദ്യപിക്കുന്ന അച്ഛൻ അവൻ്റെ അമ്മയോട് കാണിക്കുന്ന വയലൻസിൽ നിന്ന് കണ്ടതാണ് അവൻ ഈ വയലൻസ്. അവൻ ഈ സിനിമകളിൽ നിന്ന് കണ്ടതാണ് ഈ വയലൻസ്. മദ്യപാനവും മയക്കുമരുന്നും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അവൻ തിരിച്ചറിയുന്നത് അവൻ്റെ അച്ഛനിലൂടെയും ബന്ധുക്കളിലൂടെയുമാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള ജാഗ്രതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ അമ്മമാരെ കൊണ്ട് വിളക്ക് കൊളുത്തി എത്രയോ നന്നായി. പക്ഷേ അമ്മമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്. വീടുകൾക്കകത്ത് പേരൻറ്റിങ് എന്ന് പറയുന്ന അച്ഛനും അമ്മയും കൂടി മക്കളെ വളർത്തുന്ന ഒരു പ്രക്രിയയിൽ വന്ന വലിയ മാറ്റം ഈ കേരളത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെ 50 വയസ്സും 60 വയസ്സുമായ അല്ലെങ്കിൽ 70 വയസ്സുമായ നമ്മുടെ അച്ഛനും അമ്മയും വളർത്തിയതുപോലെ അല്ല ഇന്ന് 30 വയസ്സും 40 വയസ്സുമുള്ള അമ്മമാർ അവരുടെ മക്കളെ വളർത്തുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് മാറ്റമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പല മാറ്റങ്ങളാണ്. അമ്മമാർക്ക് തിരക്കാണ്, അച്ഛന് തിരക്കാണ്. എല്ലാവരും നേരത്തെ മധുസാറ് പറഞ്ഞതുപോലെ എല്ലാവരും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി മൊബൈലിൽ നോക്കിയാൽ നമുക്ക് അത്രയും ആശ്വാസം, കുറച്ച് നേരം അവനെക്കൊണ്ട് ശല്യമില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മയക്കുമരുന്നിലേക്ക് വീഴുന്ന ഒരു കുട്ടി ഈ മയക്കുമരുന്ന് കഴിച്ചാൽ അവന് കിട്ടുന്നത് എന്താണ്? ഞാൻ ഈ MDMA ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ പറയുകയാണ്, ലഹരിയുടെ പ്രയോജനം എന്താണ്?
ഒരു വല്ലാത്ത ചോദ്യമാണ്. അത് അവന് ധൈര്യം കൊടുക്കും, അവന് സ്വാതന്ത്ര്യം കൊടുക്കും. ഈ രണ്ട് കാര്യമാണല്ലോ, അവന് സ്വാതന്ത്ര്യം, അവന് ധൈര്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവനെ ഉപയോഗിച്ചത് എന്തിനാണ്? അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഉപബോധ മനസ്സിൽ കിടന്ന ധൈര്യമില്ലായ്മയും സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കും എതിരെയുള്ള അവൻ്റെ പ്രതിഷേധം കൂടിയാണ് ഈ ലഹരി മരുന്നിലൂടെ അവൻ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം വീടുകളിൽ, സ്കൂളുകളിൽ, ക്ലാസ് മുറികളിൽ, സാമൂഹ്യമായിട്ടുള്ള മറ്റു സംവിധാനങ്ങളിൽ അവന് സ്വാതന്ത്ര്യവും ധൈര്യവും ഉണ്ടാവണം. അവന് സ്വയം ആവിഷ്കരിക്കാൻ, അവന് തോന്നുന്നത് പറയാൻ, അവനായി പെരുമാറാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ വീടുകളിൽ നമ്മൾ കൊടുക്കണം. പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. അമ്മമാർ പറയുന്നത് പോലെ മക്കൾ വളരണം, അച്ഛൻ വിചാരിച്ചതുപോലെ മകൻ വളരണം. അവനെക്കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അപകർഷത്തിൽ നിന്നൊക്കെ മോചനം നേടാനായി, അവൻ്റെ ഭയത്തിൽ നിന്ന് മോചനം നേടാനായി, അവൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്ന് മോചനം നേടാനായി ഇതാ വരുന്നു വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഈ സാധനം. അങ്ങനെയാണ് ഈ മക്കൾ അതിനകത്ത് വീണു പോകുന്നത്. മാത്രവുമല്ല, ഈ അന്താരാഷ്ട്ര മാഫിയയുടെ ഭാഗമായിട്ട് സ്കൂളുകളുടെയും കോളേജുകളുടെയും മുമ്പിലൊക്കെ ഇത് വളരെ സുലഭമായി ലഭിക്കുന്നു. ഇപ്പോൾ കേസുകളുടെ എണ്ണം കൂടി. ഇതൊരു 10 വർഷത്തിന് മുമ്പേ കേസുകൾ പിടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കുട്ടികളോട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും അവർ പറയുന്നത് എന്ത് മണ്ടത്തരവും പറഞ്ഞുകൊട്ടെ, അത് കേട്ടുകൊണ്ടിരിക്കാനും അതിലൂടെ കുട്ടിയെ നമ്മളോട് ചേർത്ത് പിടിക്കാനും നമ്മൾ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ ഒരു വലിയ വിപത്ത് കൂടിയാണ് ഈ കുട്ടി കപടമായ സ്വാതന്ത്ര്യവും കപടമായിട്ടുള്ള ധൈര്യവും തേടി ഈ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകുന്നു. ഒരു കാര്യം കൂടി, വയലൻസ് ഇതിപ്പോൾ എന്താണ്, അക്രമത്തിനെതിരെ കൂടിയാണല്ലോ ശ്രീകണ്ഠൻ നായരുടെ ഈ യാത്ര. അക്രമം എവിടെയാണ് ഇല്ലാത്തത്? നമ്മുടെ വീടുകളിൽ അക്രമമില്ലേ? നമ്മുടെ കടകളിൽ പോയാൽ അക്രമമില്ലേ? നമ്മുടെ സമൂഹത്തിൽ അക്രമമില്ലേ? സിനിമകളിൽ അക്രമമില്ലേ? എല്ലായിടത്തും അക്രമമാണ്. അക്രമങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന, ഗുണ്ടകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന, സിനിമയിൽ കഴുത്ത് വെട്ടിക്കളയുന്ന സിനിമ വരുമ്പോൾ കയ്യടിക്കുന്ന, അത്തരത്തിലുള്ള സിനിമകളിൽ ഞാനിനി അഭിനയിക്കുമെന്ന് പറയുന്ന നായകന്മാരുള്ള ഒരു നാടിൽ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്ത ഒരു സമൂഹം കൊടുക്കുന്ന അവർക്ക് കിട്ടിയ ശിക്ഷയാണിത് എന്ന് ഞാൻ പറഞ്ഞാൽ അധികപ്പറ്റില്ല. ഇത്രമാത്രം വയലൻസിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യരുത്. ഈ ചാനലുകളോട്, മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ വയലൻസിനെ, ഈ കത്തിയുമായിട്ട് നടക്കുന്നവനെ, കൊടുവാളുമായിട്ട് നടക്കുന്നവനെ ഹീറോമാരാക്കുന്ന സിനിമകളെ നമ്മൾ അനുവദിക്കരുത്, പരാജയപ്പെടുത്തണമെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വയലൻസ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ മദ്യപിച്ച് വരുന്ന അച്ഛനും അമ്മയോട് കാണിക്കുന്നത് വയലൻസ്. അങ്ങനെ എല്ലാ എത്രയോ സ്കൂളുകളിൽ വയലൻസ് ഉണ്ട്. അധ്യാപകർ അവരുടെ ഉത്തരവാദിത്വം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും അധ്യാപകർക്ക് ഭയമാണ്. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, കുറേ വർഷമായി നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ വീടുകളിലും വന്നുകൊണ്ടിരുന്ന വളരെ വലിയ മാറ്റങ്ങളുടെ ഏറ്റവും അസുഖകരമായിട്ടുള്ള, ആശങ്കാകുലമായിട്ടുള്ള ഒരാവിഷ്കാരമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇതിനെതിരെ ഇപ്പോഴെങ്കിലും നമ്മൾ ഉണരാൻ സാധിച്ചത് എത്ര നന്നായി. 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഈ കേരളത്തെ ലഹരി വിമുക്ത കേരളമാക്കി മാറ്റി. ഈ അമ്മമാർക്ക്, ഈ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, ധൈര്യം കൊടുക്കാൻ, ആത്മവിശ്വാസം കൊടുക്കാൻ ലഹരി കേരളത്തിലില്ല. കേരളം ലഹരി വിമുക്തമായി എന്ന് കേൾക്കുന്ന ഒരു നല്ല പ്രഭാതത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആ കാത്തിരിപ്പിന് വേണ്ടി അരങ്ങൊരുക്കിയ ശ്രീകണ്ഠൻ നായർക്ക് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ഭാവുകങ്ങളും. പണ്ട് ഈ പത്മപാദരെന്നൊരു ശിഷ്യൻ ആദിശങ്കരൻ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പേര് വന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഗംഗ കടക്കാൻ നേരത്ത് വെള്ളമാണ്, അദ്ദേഹത്തിന് കടന്നേ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ശക്തി കൊണ്ട് അദ്ദേഹം കാല് വയ്ക്കുന്നിടത്തൊക്കെ പത്മങ്ങൾ ഉണ്ടായി എന്നാണ്. അങ്ങനെ ഈ 14 ജില്ലകളിലും ശ്രീകണ്ഠൻ നായർ നടക്കുമ്പോൾ പ്രതീക്ഷയുടെ പത്മങ്ങൾ ഉണ്ടാകട്ടെ, വിടരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. ലഹരിയില്ലാത്ത ഒരു കേരളത്തെ വിഭാവനം ചെയ്തുകൊണ്ട് ഈ കണ്ട ദുരന്ത ദൃശ്യങ്ങളല്ല നമ്മളെ വേട്ടയാടേണ്ടത്. നേരെ മറിച്ച് ലഹരിയില്ലാത്ത ഒരു കേരളത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. ഒരു കാര്യം കൂടി സാർ, സാറ് വയസ്സൊന്നും ആയിട്ടില്ല. സാറിൻ്റെ ഈ ത്രസിപ്പിക്കുന്ന ചെറുപ്പത്തിന് പറ്റിയ പരിപാടിയാണെന്ന് എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, താങ്ക് യു സാർ. അതാണ് പ്രശ്നം.